ഇലക്ട്രിക് ബൾബുകൾ നമ്മുടെ നാട്ടിൽ എത്താത്ത ഒരു കാലത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? രാത്രിയാത്രകളിൽ റാന്തൽ വെളിച്ചത്തെയോ ചൂട്ടിനെയോ ആശ്രയിച്ച് നാട്ടുവീഥികളിലൂടെ സഞ്ചരിച്ച കാലം. മുത്തശ്ശി കഥകളിലെ പ്രേതങ്ങളും ഭൂതങ്ങളുമൊക്കെ ആ യാത്രകളിലെ സന്തത സഹചാരിയാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം കഥകൾ വളരെ സാധാരണമാണ്. ഇങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്കറിയുമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഞാൻ പറയുന്ന കഥ കേരളത്തിൽ നടക്കുന്നതല്ല, പക്ഷേ കേരളമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെത്തുന്ന അതിഥി തൊഴിലാളികളുടെ സ്ഥലമാണ് ഈ കഥയുടെ പശ്ചാത്തലം. കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഈ കഥ നടക്കുന്നത് ബംഗാളിലാണ്. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കഥകളിലെ യക്ഷികളും പ്രേതങ്ങളും ചാത്തന്മാരും ഒടിയനും ഒക്കെ വരുന്നത് പോലെ ബംഗാളി പ്രേതങ്ങൾ വരുന്നത് പനയുടെ മുകളിൽ നിന്നോ പാലമരത്തിൻ്റെ ചുവട്ടിൽ നിന്നോ ഒന്നുമല്ല, മറിച്ച് ചതുപ്പു നിലങ്ങളിലാണ്. ചതുപ്പു നിലങ്ങളിൽ ഒരു പ്രകാശമായിട്ടാണ് ഈ പ്രേതങ്ങൾ പുറത്തിറങ്ങുന്നത്. ഇത് കണ്ട് ബോധം കെട്ട് പേടിച്ച് അലറി വിളിച്ച കുറേ ബംഗാളികളുണ്ടത്രേ. പ്രേതമുണ്ടോ ഭൂതമുണ്ടോ എന്നത് ഇപ്പോഴും ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ പ്രേതപ്രകാശത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കാം. പ്രകൃതിപരമായ ഒട്ടേറെ വൈവിധ്യങ്ങളും പ്രതിഭാസങ്ങളുമുള്ള സംസ്ഥാനമാണ് ബംഗാൾ. ബംഗാളിലെ ചതുപ്പു നിലങ്ങളിലാണ് ഈ പ്രകാശങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അലയ്യ ലൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഈ വിളക്കുകൾ ആളുകളെ പാരാനോർമലായ ഒരു ലോകത്തിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. ഈ പ്രകാശത്തെ പിന്തുടർന്ന് പോയവർ കണ്ടത് പെട്ടെന്ന് ഇത് അപ്രത്യക്ഷമാകുന്നതാണ്. ചിലരാവട്ടെ ഈ പ്രകാശം മിന്നിമറയുന്നതും വലിപ്പം കുറയുന്നതും കാണുന്നു. ഇതോടുകൂടി ജനങ്ങൾ പരിഭ്രാന്തരാകുന്നു. ഈ പരിഭ്രാന്തി തന്നെയാണ് ഇതിനെ ഒരു പ്രേതകഥയായിട്ട് ആവിഷ്കരിക്കാനുള്ള പ്രധാന കാരണവും. ചതുപ്പു നിലങ്ങളിൽ മാത്രമല്ല, ശ്മശാനങ്ങളിലും ഈ പ്രതിഭാസം കണ്ടുവരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഈ പ്രകാശം കണ്ട് ഇതിനെ പിന്തുടർന്നു പോയ പല മത്സ്യത്തൊഴിലാളികളും ഈ ചതുപ്പു നിലങ്ങളിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പലരും മരണത്തിന് കീഴടങ്ങിയിട്ടുമുണ്ട്. മരണം നിത്യസംഭവമായ ഈ പ്രദേശത്ത് വളരെ ദുരൂഹതയോടെയാണ് ഈ പ്രകാശത്തെ നാട്ടുകാർ നോക്കിക്കണ്ടത്. ഈ പ്രകാശത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച ഒട്ടനവധി ദുരൂഹ കഥകളുമുണ്ട്. ചതുപ്പിൽ ജീവൻ നഷ്ടമായ മത്സ്യത്തൊഴിലാളികളുടെ ആത്മാവാണ് ഈ പ്രകാശമായി വരുന്നതെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട വിശ്വാസം. പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം പ്രകാശങ്ങളെ പ്രേതപ്രകാശങ്ങൾ എന്നാണ് ഗ്രാമീണർ വിളിച്ചു പോന്നത്. ഇതിൽ ഉൾപ്പെടുന്ന പ്രകാശമാണ് അലയ. ചതുപ്പിൽ നിന്ന് ഉടലെടുക്കുന്ന ചില വാതകങ്ങളാണ് ഈ പ്രകാശത്തിന് പിന്നിലെന്നാണ് ശാസ്ത്രം പറയുന്നത്. അലയ മാത്രമല്ല പ്രേതപ്രകാശങ്ങളുടെ കൂട്ടത്തിലുള്ളത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിൽ കാണപ്പെടുന്ന ഒരു പ്രേതപ്രകാശം അറിയപ്പെടുന്നത് ചിർബട്ടി എന്ന പേരിലാണ്. റാൻ ഓഫ് കച്ചിന് സമീപമുള്ള ബെന്നി ഗ്രാസ്ലാൻഡ് റിസർവിലാണ് ഇവ കാണപ്പെടുന്നത്. US-ലെ ബ്ലൂറിഡ്ജ് പാർക്ക് വേയിൽ കാണപ്പെടുന്ന ബ്രൗൺ മൗണ്ടൻ ലൈറ്റ്, വെർജീനിയയിൽ പ്രത്യക്ഷപ്പെടുന്ന കൊഹോക്കി ലൈറ്റ്, നോർവേയിൽ ഇടയ്ക്കിടെ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഹെസ് ഡാലൻ ലൈറ്റ്സ് തുടങ്ങിയവയെല്ലാം പ്രേതപ്രകാശങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. വിൽ ഓഫ് ദി വിസ്പ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ബംഗാളിലെ ഈ പ്രേതപ്രകാശം. ഇംഗ്ലീഷ് കെട്ടുകഥകളിൽ ജാക്ക് ഓ ലാന്റേൺ എന്ന പേരിലാണ് ഈ പ്രതിഭാസത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. റാന്തൽ വിളക്കുകളുടെ നാളം പോലെ അനുഭവപ്പെട്ട് യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ അപകടങ്ങളിലേക്ക് നയിക്കുന്ന വില്ലൻ വേഷത്തിലാണ് ഈ പ്രേതപ്രകാശം ഇംഗ്ലീഷ് മിത്തുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്.